2026 ഫെബ്രുവരി 7-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, തമിഴ്നാട്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. फेज 1 समाप्त हुआ और इस चरण की सबसे बड़ी खूबी यह रही कि बिहार के 7.5 करोड़ मतदाताओं ने बढ़ चढ़कर पार्टिसिपेट किया, मतदाता सूची को शुद्ध बनाने का कार्य किया और नतीजा आपके सामने है. 0 अपील्स. बिहार की मतदाता सूची अधिकतम शुद्ध मानी जाएगी. अब फेज 2 12 राज्यों में या संघ शासित प्रदेशों में आरंभ होने वाला है. കേരളത്തിലും നാളെ മുതൽ SIR-ന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. 12 ഇടങ്ങളിൽ കേരളവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, അങ്ങനെ ആ വോട്ടർ പട്ടിക പരിഷ്കരണം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നാളെ മുതൽ കേരളവും വിധേയമാവുകയാണ്. നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത കൊല്ലം നീങ്ങുന്ന 5 സംസ്ഥാനങ്ങളിൽ 4 എണ്ണത്തിലാണ് ഇപ്പോൾ SIR പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് ഏകദേശം 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ പ്രത്യേക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. 2 പതിറ്റാണ്ട് മുമ്പാണ് അവസാനമായി SIR ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും, അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. 3 തവണ ബൂത്ത് ലെവൽ ഓഫീസർമാർ അതാത് വീടുകൾ സന്ദർശിച്ച് രേഖകൾ വെച്ച് പരിശോധന നടത്തി പട്ടിക പരിഷ്കരിക്കുന്ന നടപടികൾ എടുക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു വോട്ടർക്ക് തന്റെ വോട്ട് ഉറപ്പിക്കുന്നതിനായിട്ട് തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. അത് സുപ്രീം കോടതി അംഗീകരിച്ച ആധാർ അടക്കമുള്ള രേഖകൾക്ക് ഇതിനായി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 2023-4 കാലഘട്ടത്തിൽ നടന്ന SIR-ൽ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ പുതിയ പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രേഖകൾ ഹാജരാക്കി തന്റെ വോട്ട് ഉറപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേരേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായിട്ടുള്ള അപേക്ഷാ ഫോമുകൾ BLO-മാർ അതാത് വീടുകളിൽ എത്തിച്ചു നൽകും. അത് പൂരിപ്പിക്കുന്നതിനുള്ള സഹായവും BLO-യുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകും. ഇത്തരത്തിൽ 3 തവണയായിരിക്കും സന്ദർശിക്കുക എന്നാണ് പറയുന്നത്. 27 ഒക്ടോബറിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച ഫോമുകൾ എല്ലാവർക്കും നൽകും. ഒക്ടോബർ 27-28 തീയതികളാണ് ഇലക്ടറൽ റോളുമായി ബന്ധപ്പെട്ട അവസാന സമയപരിധി പറയുന്നത്. ഈ 12 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നേരത്തെ നടന്നിട്ടുള്ള പരിഷ്കരണത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ്, 20 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത്. കേരളം ഇത് നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഇത് നീട്ടിവെക്കണം എന്നുള്ളൊരു അപേക്ഷ നൽകിയിരുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. കേരളത്തിലും ഈ 2ാം ഘട്ടത്തിൽ പരിഷ്കരണം ഉണ്ടാകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയ. ആദ്യഘട്ടമായിരുന്നു ബീഹാറിൽ നടന്നത്. ബീഹാറിൽ പരാതികളൊന്നും തന്നെ ഇല്ലാതെ തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ബീഹാറിലെ ജനങ്ങൾക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബസന്ത്, കേരളം ഇവിടെ പ്രായോഗികമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ഡിസംബറിൽ നടക്കാനിരിക്കെ പ്രായോഗികമായി കേരളത്തിൽ ഇപ്പോൾ SIR നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചൊരു കാര്യം. എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആവശ്യം അംഗീകരിക്കാതെ പോയത്? അക്കാര്യത്തിലൊരു വ്യക്തമായൊരു മറുപടി നേരത്തെയും രത്തൻ കേൽക്കർ ഇവിടെ വന്നു പോയപ്പോഴും നൽകിയിരുന്നില്ല. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് നടത്തണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് പൊതുവിൽ സ്വീകരിച്ചു. ഒരു സംസ്ഥാനത്തിന് നൽകുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകേണ്ടി വരും എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട്. പക്ഷെ മഹാരാഷ്ട്രയ്ക്ക് അത്തരമൊരു ഇളവ് നൽകിയിട്ടുമുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഈ മാസമാണ് നടക്കുന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക് ഒരു ഇളവ് നൽകി. മഞ്ഞുവീഴ്ചയുള്ള സംസ്ഥാനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുമതി നൽകിയിട്ടുള്ളത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിനെയും ഒഴിവാക്കിയിട്ടുണ്ട് ഈ പട്ടികയിൽ നിന്ന്.
അസമിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി മറ്റേ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില പരാതികളും മറ്റുമൊക്കെ കോടതിയിലേക്ക് പരിഗണനയിലുള്ളതാണ്. ഇത് കണക്കിലെടുത്താണ് അതിന് ഒരു അന്തിമ തീർപ്പ് വന്ന ശേഷം നടത്താൻ വേണ്ടി മാറ്റിവെക്കുന്നത്. അത് ഇപ്പോൾ ഉണ്ടാവില്ല. അതിന് പൗരത്വവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ആസാമിലെ സിറ്റിസൺഷിപ്പ് റൂൾസ് ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതിൽ പല പരാതികളും ഈ CAA-യുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പിന്നെ കേസുകളും മറ്റു പരാതികളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അസം മാറ്റിവെച്ചു. അതിന് പ്രത്യേകമായി വേറെ SIR നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ബസന്ത്, മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഇതിലുണ്ടാകുന്ന ഒരു ആശങ്ക ഇതെങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പുറത്താകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ 12 രേഖകളാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമാകേണ്ടി വരിക? അത് ആ ലളിതമായ ഭാഷയിൽ അവർക്കായി പറയുകയാണെങ്കിൽ. ഇത് ഒഴിവാക്കുന്നു എന്നുള്ളതല്ല. SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കലല്ല. ആദ്യം അത് മനസ്സിലാക്കുക. നമ്മൾ വെറുതെ ഒരു ആശങ്കയോ ഒരു ഭീതിയോ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല ഇതിന്റെ പേരിൽ. അതായത് SIR വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും വോട്ട് പോകുന്നു എന്നുള്ളതല്ല. വോട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതും യോഗ്യരല്ലാത്തവരെ ഇതിന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിലവിലുള്ള എല്ലാ വോട്ടുകളും എടുത്തു കളയുന്ന ഒരു പ്രക്രിയ എന്നുമല്ല തീവ്ര വോട്ടർ പരിഷ്കരണം എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു ഭീതി ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും വോട്ട് പോകുന്നു. നിലവിൽ വോട്ടർ പട്ടികയിലുള്ളവരുടെ ആരുടെയും വോട്ട് പോകുന്നില്ല. അതൊരു സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വന്നതാണ്. പക്ഷെ പല സംസ്ഥാനങ്ങളിലും പല തോതിലും, പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ വന്നതാണ് ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി. അതെല്ലാം 20 കൊല്ലം 10 കൊല്ലം കൂടുമ്പോൾ നടക്കുന്നതാണ്. ഇത് നേരത്തെ നടന്നിട്ടുള്ളതാണ്. 2003 നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പുതുമയൊന്നുമില്ല ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ട് അതിലുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആ രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അവിടെ വെച്ച് തന്നെ. BLO നിങ്ങൾ സാധാരണ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ അതേ പ്രക്രിയ തന്നെ ഇതിലുമുള്ളൂ. നിങ്ങളൊരു രേഖ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു തർക്കമുണ്ടെങ്കിൽ ഒരു രേഖ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. 2003 ഉൾപ്പെടുത്താത്തവരെ ഉൾപ്പെടുത്തുന്നതിന് ഇപ്പോൾ സാധാരണയുള്ള പ്രക്രിയ പ്രകാരം തന്നെ നിങ്ങളൊരു രേഖ കാണിച്ചാൽ നിങ്ങളുടെ പേര് അതിൽ ഉൾപ്പെടുത്തും. അതല്ലാതെ അതിൽ നിന്ന് എല്ലാവരെയും വെട്ടിമാറ്റുന്ന ഒരു പ്രക്രിയ ഒന്നുമല്ല SIR എന്ന് പറയുന്നത്. ആ ഒരു ഭീതി എവിടേക്കോ അനാവശ്യമായി രാഷ്ട്രീയ പാർട്ടികൾ പലരും ഇതിങ്ങനെ പരത്തുന്നു എന്നുള്ളതാണ്. പല അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ബംഗാൾ പോലുള്ള ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരൊക്കെ തന്നെ. ശരി ബസന്ത്.